വെൽക്കം ടു ആർമ വൈബ്സ്. മെയ് 1, 2026 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഫേസ് 1 ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ വിശദമായി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 71. ഡി ഫാക്ടോ മീൻസ് വാട്ട്? ഡി ഫാക്ടോ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂസിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മീനിങ് ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട് എന്നാണ്. യാഥാർത്ഥ്യത്തിൽ അങ്ങനെ അർത്ഥം വരുന്ന ഒരു വേർഡാണ് ഡി ഫാക്ടോ. നെക്സ്റ്റ് വൺ 72. A life story written by a person about himself is called. ഇതിലേതാ ആൻസർ? ഓട്ടോബയോഗ്രഫി ഇസ് ദ കറക്റ്റ് ആൻസർ. ഒരാൾ അയാളുടെ സ്വന്തം കഥ പറയുമ്പോൾ അതിനെ ഓട്ടോബയോഗ്രഫി എന്ന് പറയും. ഒരാൾ മറ്റൊരാളുടെ കഥ പറയുമ്പോൾ അതിനെ ബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രം എന്ന് പറയും. മെമ്മോയർ എന്ന് പറയുന്നത് ഒരു സ്മരണികയാണ്, ഓർമ്മയ്ക്കായിട്ട് എഴുതുന്നത്. ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവന്റിന്റെ ബേസിസിൽ ഇവന്റിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതുന്നതാണ് ക്രോണിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 73. ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. വില്ല് വന്നാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അതുപോലെ അവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ അവിടെ നിന്ന് വിടും എന്നാണ്. അപ്പോൾ ആ അർത്ഥം വരുന്ന ഒരു വേർഡാണ് ലീവ്. നമുക്ക് ലെഫ്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം ലെഫ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ലീവ് ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. LIV എന്ന് പറഞ്ഞാൽ ജീവിക്കുക, അപ്പോൾ അത് ആൻസർ വരില്ല. LIF എന്ന് പറഞ്ഞാൽ ലൈഫ്, അത് നൗൺ ഫോം ആണ്, അതും വരില്ല. നെക്സ്റ്റ് വൺ 74. ചൂസ് എ correctly spelled word. Definitely, option C is the right answer. DEFINITELY, definitely. ഇതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. 75. To throw in the towel means. The answer to give up. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് ശരിക്കും ഇഡിയമാണ്. ഇംഗ്ലീഷിലെ ഒരു എക്സ്പ്രഷൻ ആണ് ഇഡിയം എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് പല എക്സ്പ്രഷൻസ് ഇല്ലേ, പല ശൈലികളുണ്ടല്ലോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഇങ്ങനെയുള്ള ശൈലികൾ പോലെ ഇംഗ്ലീഷിൽ ഉള്ള ശൈലിയാണ് ഇഡിയംസ്. To throw in the towel means to give up, വിട്ട് കളയുക. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ 76. Identify the correct sentence from the following options. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഫ്ലയേഴ്സ് വെയർ ഓൾ അറൗണ്ട് ദ വെന്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ടീസസോ അല്ലെങ്കിൽ ഹാൻഡ് ബിൽസോ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സെൻസ് ആണ്. അതിൽ വേറെ സ്പെല്ലിംഗ് എല്ലാം തെറ്റാണ് ഫ്ലയേഴ്സിൻ്റെ. So option A is the right answer. 77. Fill in the blank by adding the correct phrasal verbs given as options. Phrasal verbs എന്ന് പറയുന്നത് ഒരു വേർബും ഒരു പ്രിപ്പോസിഷനും ചേർന്ന് വരുന്നതാണ്. ഇവിടെ പുട്ട് എന്ന് പറയുന്ന ഒരു വേർബും ബാക്കിയുള്ളത് പ്രിപ്പോസിഷൻസ് ആണ്. ഇതിൽ ആപ്റ്റ് 1 നോക്കാം. We had to dash the party to another day owing to the sudden turn of events. ഇതിൽ മാറ്റി വെച്ചു എന്നാണ്. പാർട്ടി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ മാറ്റി വെക്കുക എന്ന് പറയുന്നതിൻ്റെ ഫ്രേസൽ വേർബ് പുട്ട് ഓഫ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ, ധരിക്കുക. പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ, ആഡ്, സബ്മിറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് അഥവാ തീ അണയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഇതിവിടുത്തെ ആൻസർ പുട്ട് ഓഫ്, ഡി. 78. Identify the error in the following sentence. The firefighters were well equipped with latest methods. ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് ലേറ്റസ്റ്റ് ആണ്. കാരണം ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ദ ലേറ്റസ്റ്റ് എന്ന് എഴുതിയാലേ കറക്റ്റ് ആവത്തുള്ളൂ. സോ ഇവിടുത്തെ മിസ്റ്റേക്ക് ഉള്ളത്, അതായത് ഇതിൻ്റെ ആൻസർ ഡി, ലേറ്റസ്റ്റ്. Identify the correctly spelled word from the options. ഇതിനകത്തുള്ള കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബി ആണ്, ഓപ്ഷൻ CONSCIENTIOUS, conscientious. Question 80. Which word given as options means exactly the same as the one involved in the following sentence? To go abroad was the most frivolous decision taken by her. ഫ്രിവലസിൻ്റെ മീനിങ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ സിലി അഥവാ ഫൂളിഷ്. 81. She is making tea
ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആള് ആദ്യം അതായത് സബ്ജക്റ്റ് ആയിട്ട് വരണം. ഇവിടെ ഷീ ഈസ് മേക്കിംഗ് ടീ. ടീ ആണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിനെ നേരെ സബ്ജക്റ്റ് ആക്കണം. അപ്പോൾ ടീ ആദ്യം വരും. അത് കഴിഞ്ഞ് വരുത്തേണ്ട ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ തന്നെ ചില ചേഞ്ചസ് വരുത്താറുണ്ട്. ഇവിടെ ഷീ ഈസ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പാസീവ് വോയിസ് ആക്കുമ്പോൾ ബീയിങ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണം. സോ ദ ആൻസർ ഇസ് ടീ ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹർ. മേക്കിന്റെ വേർബ് നമ്പർ 3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് മെയ്ഡ്. സോ ദിസ് ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ ഈസ് ദ ആൻസർ. ഡി. 4 വരാൻ കാരണം ആസ്ഡിന്റെ കൂടെ 4 ആണ് ഇവിടെ ചേരുന്നത്. ഇതെല്ലാം പ്രിപ്പോസിഷൻസ് ആണ്. പല പ്രിപ്പോസിഷൻസും എല്ലാത്തിന്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റില്ല. ചില വേർഡ്സിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻസ് അങ്ങനെ സ്യൂട്ട് ആവുന്നത് മാത്രമേ ചേർക്കാവൂ. അത് കുറേ പ്രിപ്പോസിഷൻസ് അതിന്റെ കൂടെ ചേർന്ന വേർഡ്സും പഠിച്ചാൽ മാത്രമേ ഇത് കാണുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. നെക്സ്റ്റ് 83, ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. ഇതിൽ ദ വന്നിരിക്കുന്നതുകൊണ്ട്, ആർട്ടിക്കിൾ ദ വന്നതുകൊണ്ട് അതിന്റെ ആൻസർ പ്രെറ്റിയസ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ റൂള് പ്രെറ്റിയസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അഡ്ജക്റ്റീവ്സിലെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇങ്ങനെയുണ്ട്. അതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 84, പ്രസാദ് ഡസൻ ലുക്ക് വെൽ ടുഡേ. യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രത്യേകത, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ടാഗ് എഴുതണം. ഇവിടെ ഡസൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ആൻസർ ഡസ് ഹി എന്നാണ്. നെക്സ്റ്റ്, അമ്മു ഡാഷ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു ആക്ഷൻ ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം മെൻഷൻ ചെയ്തിരിക്കും. കഴിഞ്ഞു പോയ പാസ്റ്റിലെ ഒരു ടൈം മെൻഷൻ ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് വേർബ് നമ്പർ 2, അതായത് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആണ്, പാസ്ഡ് ആണ്. പാസ്റ്റ് ആണ് ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എയിലെ പാസസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഹാഡ് പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് പാസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഡി, പാസ്റ്റ്. 86, pick the correct question tag. Please pass me the sugar. ഇവിടെ ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇതിനെ മോർ പൊളൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വിൽ യു യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റൂൾ അനുസരിച്ച് ഇവിടെ വിൽ യു എന്നാണ് ചേർക്കേണ്ടത്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ കറക്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ, ബാക്കിയുള്ളതൊന്നും അതിന് ചേരുന്നില്ല. നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആർട്ടിക്കിൾ ദ ചേർക്കേണ്ട കാര്യമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ്. ബാക്കിയൊന്നും അവിടെ ചേരുന്നില്ല. അതായത് അവേഴ്സെൽസ് എന്നുള്ള വേർഡ്, അതായത് അത് റിഫ്ലെക്സീവ് നൗൺ ആണ്, റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. അതിന്റെ ആവശ്യം അവിടെ ഇല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ്. ഐഡന്റിഫൈ ദ സിമ്പിൾ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ് സെന്റൻസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ സിമ്പിൾ ആയിട്ട് എഴുതുന്നത് ഓപ്ഷൻ ബി, ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ്. ബാക്കി ദാറ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ സാധാരണ കോംപ്ലെക്സ് സെന്റൻസസിലാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് അറ്റ് ദ പീപ്പിൾ. പോയിന്റുമായിട്ട് ചേരുന്ന വേർഡ്, ചേരുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. പ്രിപ്പോസിഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.